മഹാവതാർ നരസിംഹ ഡയറക്റ്റഡ് ബൈ അശ്വിൻ. കൂടുതൽ വളച്ചുകെട്ടൽ ഒന്നും ഇല്ലാതെ ഞാൻ നേരിട്ട് കാര്യം പറയാം. കിട്ടിയിലും പടം ആനിമേറ്റഡ് മൂവിയാണ്. ഞാൻ അത് തന്നെ പറയാം. ഈ കുറേ ആൾക്കാർ ആനിമേഷൻ ആനിമീന്ന് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചുളിക്കുക, അങ്ങനെ ചുളിക്കണ്ട. നിങ്ങൾ ഇതിനെ കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ഇന്ത്യൻ ആനിമേറ്റഡ് മൂവി പ്രത്യേകിച്ച് നിങ്ങൾ ഇതിന് മുന്നൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ കാണാൻ പറ്റിയ പടമാണ്. രണ്ട് പ്രശ്നങ്ങളുണ്ട് ഈ സിനിമയിൽ. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രെച്ചായ ഒരു ഫീൽ. തുടക്കത്തിലൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ സിനിമ ഫ്രണ്ടിലേക്ക് പോകും തോറും ഭയങ്കര പെട്ടെന്ന് കഥ പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് പോണിന് പകരം അവിടെ ഇങ്ങനെ കിടന്ന് എന്തൊക്കെയോ ഇങ്ങനെ കാട്ടണ ഒരു ഫീല് വന്നത്. ഇത് ഒരു മിത്തോളജിക്കൽ മൂവിയാണ്. ഒരു മിത്തോളജിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹിന്ദുസിന് ഇതൊരു വിശ്വാസമാണ്. ഇത് ചിലർ പറഞ്ഞത് ഇത് മിത്തോളജിയാണ്. ഇതിപ്പോൾ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഇതിന് എനിക്ക് ആകെ പരിചയമുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞത് വിഷ്ണു മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഇതിൽ വന്നു പോയ ക്യാരക്ടേഴ്സൊന്നും ഇതിന് മുന്നേ ഞാൻ കേട്ടിട്ടില്ല. ഹിന്ദുസ് കേട്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ചെയ്തു വെച്ചൊരു പടമാണ് ഈ മഹാവതാർ നരസിംഹ എന്ന് പറയുന്നത്. ഈ ഒരു പടത്തിൽ അവസാനത്തെ കുറച്ചൊരു ടൈം ഉണ്ട്. ഒരു 25 മിനിറ്റ്സിൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ട്. അത് ഈ വിഷ്ണു ഒരു സിംഹത്തിൻ്റെ രൂപത്തിൽ വന്നിട്ടുള്ള കുറച്ച് സാധനങ്ങൾ തിരുവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് OTT കണ്ടിട്ട് പോലും കിട്ടിയൊരു എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാം. അതൊക്കെ സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ മിസ്സായി പോയി എനിക്ക്. അല്ലെങ്കിൽ പടം ഇറങ്ങിയത് ഞാൻ അറിഞ്ഞിട്ടില്ല ഒന്നാമത്. അപ്പോൾ അങ്ങനെ ഇത്ര അധികം തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മളിങ്ങനെ ചില സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് തിയേറ്ററിൽ കിട്ടുമോ എന്ന് വിചാരിക്കില്ല. അങ്ങനെ ചെയ്ത് വെച്ചൊരു 25 മിനിറ്റ്സ്. ഇത് ആനിമേഷന് വഴി നല്ല രീതിയിൽ വയലൻസ് കാണിച്ചിട്ടുണ്ട്. മനസ്സിലായി. ലൈവ് ആക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ച് അറഞ്ചം പുറഞ്ചം മട്ടാണ്. വിഷ്ണുവിൻ്റെ സിംഹത്തിൻ്റെ രൂപത്തിൽ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറഞ്ചം പുറഞ്ചം മട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചൊരു മൂവി. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് മിസ്റ്റേക്കിൽ ഒന്നും കൂടെ ഞാൻ പറയാം. ഒന്ന് സ്ട്രെച്ച് ആയി കിടക്കുന്നത് ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ആനിമേഷൻ ക്വാളിറ്റി കിട്ടുവാണെങ്കിൽ പോലും ചില സമയത്ത് ഇത് എന്താ പറയുക, ഇങ്ങനെ ഈ ചില ക്യാരക്ടേഴ്സിനെ സൂം ആക്കി കാണിക്കുന്ന ടൈമിൽ ക്യാരക്ടറിൻ്റെ ആനിമേഷൻ ഓക്കെയാണ്, പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ഗ്ലിച്ച് വരുന്ന ഒരു ഫീല് ചില സമയത്ത് ഒരു 5-6 പ്രാവശ്യം ഞാനത് നോട്ട് ചെയ്ത്. ബട്ട് ഇറ്റ്സ് ഫൈൻ. അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അത് വരുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഡീറ്റെയിലിംഗ് കുറേ കൂടി മെച്ചപ്പെടുത്തിയിരുന്നുള്ളത് തോന്നി. പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാം. ദയവ് ചെയ്തിട്ട് മലയാളത്തിൽ കാണണ്ടെന്നുള്ളതേ ഞാൻ പറയുള്ളൂ. കാരണം ഇത് പണ്ട് നടന്ന ഒരു സ്റ്റോറിയാണ്. പണ്ട് നടന്ന നൂറ്റാണ്ടുകൾക്ക് മുന്നേ നടന്നൊരു സ്റ്റോറി എന്ന് പറയുമ്പോൾ ഈ ഒരു സാധനം മലയാളത്തേക്ക് ഡബ് ചെയ്യുന്ന ടൈമിൽ നമ്മളിപ്പോൾ കേൾക്കണ മലയാളമല്ല അതിലുള്ളത്. അത് ഇങ്ങനെ അങ്ങ് വാ, അങ്ങയുടെ പുത്രനല്ലേ, ഇങ്ങനത്തെ ഒക്കെ മലയാളമാണ്. ഒരു പക്കാ നാടകം പോലെ, നാടകത്തിൽ വരുന്ന മലയാളം ഉണ്ടല്ലോ, അതേപോലെയാണ്. അപ്പോൾ ഒരു നാടക ഞാൻ ആദ്യം മലയാളത്തിൽ ഡബ് ചെയ്ത വെർഷനാണ് കണ്ടുകൊണ്ടിരുന്നിരുന്നത്. പിന്നെ കുറച്ച് ആദ്യമൊക്കെ ഓക്കെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മടുപ്പ് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നേരെ ലാംഗ്വേജ് മാറ്റി ഹിന്ദിയിലാണ് ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഷയിൽ കാണുന്നതാവും നല്ലത്. ഹിന്ദിയിലോ മറ്റേതെങ്കിലും ഭാഷയിൽ കാണുന്നതാവും നല്ലത്. മലയാളത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇത് പെട്ടെന്ന് മടുപ്പ് വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരു കാര്യം കൂടെ പറയാം, BGM. ഈ ഒരു പടത്തിൻ്റെ BGM എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അവസാനത്തെ 20-25 മിനിറ്റ്സിൽ ഇവർ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള BGM എന്ന് പറയുന്നത് അന്യായ സാധനം. അത്രക്കും കിട്ടുമായിരുന്നു ആ BGM. ഞാനൊരു ആനിമേറ്റഡ് മൂവിയാണ് കാണുന്നുള്ള കാര്യം മറന്നു ആ ടൈമിലൊക്കെ. അപ്പോൾ അത്രയും കിട്ടുമായിട്ട് ചെയ്ത് വെച്ച ഒരു ആനിമേറ്റഡ് മൂവിയാണ് മഹാവതാർ നരസിംഹ എന്ന് പറഞ്ഞത്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നെറ്റ്ഫ്ലിക്സിൽ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും പോയിരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. കണ്ടവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായം തരാം കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. സൈനിങ് ഔട്ട്.